ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന ചെടി ക്രിസാന്തിമമാണ്. ജമന്തി. ജമന്തി നമുക്കറിയാം, ഇത് ഒരുപാട് കളറിൽ കാണാറുണ്ട്. ചുവപ്പ്, മഞ്ഞ, വെള്ള, പിങ്ക്, അങ്ങനെ കുറേ കളറിൽ നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ ഇതിൻ്റെ വെറൈറ്റികൾക്ക് വേറെയും വ്യത്യാസമുണ്ട്. ഇപ്പം നാടൻ വെറൈറ്റി ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം ഹൈറ്റ് വെച്ച് വരും. ഇനി നാടൻ വെറൈറ്റി അല്ല, ഹൈബ്രിഡ് വെറൈറ്റി ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരുപാട് ഹൈറ്റ് വെക്കാത്ത രീതിയിലായിരിക്കും ആ ചെടി നിൽക്കുന്നത്. ഇനി ഈ ചെടി നമ്മൾ വളർത്തുന്നതിൻ്റെ ഏറ്റവും വലിയ ഉദ്ദേശം അതിൻ്റെ പൂവിൻ്റെ ഭംഗി കൊണ്ട് തന്നെയാണ്, അല്ലേ? ഇപ്പം നമ്മൾ ഫ്ലവർ അറേഞ്ച്മെൻറ്റിലൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിലും ജമന്തി ഒരുപാട് ഉപയോഗിക്കുന്നുണ്ട്. ഈ ജമന്തിക്ക് ഒരു പ്രത്യേകതയുണ്ട്. ജമന്തി നമ്മുടെ സന്തോഷത്തെയൊക്കെ സൂചിപ്പിക്കാനായിട്ടും ഉപയോഗിക്കാറുണ്ട് കേട്ടോ. ഇനി ഈ ജമന്തി നമുക്ക് എങ്ങനെ വളർത്താൻ നോക്കാം. ഇപ്പോൾ രണ്ട് രീതിയിൽ നമുക്കിതിനെ നടാൻ പറ്റും. ഒന്നെങ്കിൽ നമുക്ക് നേരെ മണ്ണിൽ നടാം, അല്ലെങ്കിൽ ഒരു ചട്ടിയിൽ നട്ടുവെക്കാം. ഇനി മണ്ണിലാണ് നമ്മൾ നടുന്നതെന്നുണ്ടെങ്കിൽ ഇത് ഇടയ്ക്കിടയ്ക്കൊക്കെ നനച്ചു കൊടുത്താൽ മതി. നല്ല വെയിൽ കിട്ടുന്ന സ്ഥലത്ത് വെച്ച് കൊടുക്കുന്നതാണ് കേട്ടോ ഏറ്റവും നല്ലത്. ഇനി നമ്മൾ പോട്ടിലാണ് വെക്കുന്നതെന്നുണ്ടെങ്കിൽ എല്ലാ ദിവസവും നനച്ചു കൊടുക്കണം. അതുപോലെ തന്നെ പോട്ടിംഗ് മിക്സ് കൊടുക്കുന്ന സമയത്ത് അധികം വെള്ളം കെട്ടിക്കിടക്കില്ലാത്ത രീതിയിലുള്ള മണ്ണുകൾ കൊടുക്കുക. മണ്ണിൽ ചാണകപ്പൊടിയോ മണ്ണിൽ നമ്മൾ കൊടുക്കുന്ന ഏത് വളമാണോ അതും കൂടി കൊടുത്തിട്ടുള്ള പോട്ടിംഗ് മിക്സ് കൊടുക്കുക. വെള്ളം കെട്ടിക്കിടക്കുന്നില്ല എന്ന് ഉറപ്പ് വരുത്തുക. അതും നല്ല വെയിലടിക്കുന്ന സ്ഥലത്ത് വേണം നമുക്ക് വെച്ച് കൊടുക്കാനായിട്ട്. ഇൻഡോർ ആയിട്ടൊന്നും വെക്കാൻ പറ്റുന്ന ചെടിയല്ല ജമന്തി. ഇൻഡോർ ആയിട്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പൂവൊന്നും കിട്ടത്തില്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ നോക്കിയാൽ മതി. സൺലൈറ്റിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞു. വളം കൊടുക്കുന്നതാണെങ്കിലും എപ്പോഴൊന്നും വളം കൊടുക്കണമെന്നില്ല. വളം കൊടുക്കുന്ന സമയത്താണെങ്കിലും ഒരുപാട് വളത്തിൻ്റെ ആവശ്യമില്ല. വളരെ കുറച്ച് എമൗണ്ട്. നമ്മൾ ആദ്യമേ ആ ചട്ടിയിലൊക്കെയാണ് വെക്കുന്നതെന്നുണ്ടെങ്കിൽ ആ ചട്ടി നിറയ്ക്കുമ്പം കൊടുക്കുന്ന വളം തന്നെ അതിന് മതിയായിരിക്കും. ഇടയ്ക്കൊക്കെ വല്ല ചാണകപ്പൊടിയൊക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നന്നായിട്ടും പൂവിട്ട് കിട്ടിക്കോളും. ഇനി പൂ വന്ന് പോയി കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ആ പൂ വന്ന ഭാഗം നമ്മൾ ഉറപ്പായിട്ടും കട്ട് ചെയ്ത് കളയണം. അങ്ങനെ കട്ട് ചെയ്ത് കളഞ്ഞാൽ മാത്രമേ ഒരുപാട് ശിഖരങ്ങളും പൊട്ടി ഇഷ്ടംപോലെ പൂവും നമുക്ക് കിട്ടുകയുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ ഇതിങ്ങനെ ചുമ്മാ ഇങ്ങനെ നീണ്ടു പോകത്തേ ഉള്ളൂ. അധികം പൂവൊന്നും നമുക്ക് കിട്ടത്തില്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ നമുക്ക് ക്രിസാന്തിമം, അതായത് നമ്മുടെ ജമന്തിനെ അടിപൊളിയായിട്ട് വളർത്തിയെടുക്കാൻ പറ്റും. നന്നായിട്ടും പൂ കിട്ടും. നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ മതി. വെള്ളം കെട്ടിക്കിടക്കരുത്. അത്യാവശ്യം വളങ്ങൾ മാത്രം കൊടുത്താൽ മതി. നല്ല സൺലൈറ്റ് കിട്ടുന്ന സ്ഥലത്ത് വെച്ച് കൊടുക്കുക. പൂ വന്ന് പോയി കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും ആ ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. 3 രീതിയിൽ നമുക്ക് ഇതിൽ നിന്ന് പുതിയ തൈ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഒന്നാമത്തേത് നമ്മളെല്ലാവരും കോമൺ ആയിട്ട് ചെയ്യുന്ന രീതിയാണ്. കമ്പ് മുറിച്ച് നട്ട് നമുക്ക് പുതിയ തൈ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പം അങ്ങനെ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ കമ്പ് മുറിച്ചിട്ട് ആദ്യമേ ഒരു കുറച്ച് ദിവസം, ഒരു 1-2 ആഴ്ചയൊക്കെ വെള്ളത്തിലിട്ട് വെച്ച് കഴിഞ്ഞാൽ വേര് വരും. വേര് വന്ന് കഴിയുമ്പം അതെടുത്ത് മണ്ണിലേക്ക് മാറ്റി നട്ടാൽ മതി. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ താഴേന്ന് നമുക്ക് ആ ഒരു മൊത്തം ചെടീനെ മൊത്തത്തിലായിട്ട് മണ്ണിൽ നിന്ന് പിരിച്ച് 2-3 തൈകളൊക്കെ ആക്കി എടുക്കാൻ പറ്റും. ഇനി അതും അല്ല എന്നുണ്ടെങ്കിൽ ജമന്തി ചെടിയുടെ ഉള്ളിൽ, ഇപ്പം ബന്ദിയുടെയൊക്കെ ഉള്ളിലെ വിത്തെടുക്കുന്ന പോലെ വിത്തെടുത്ത് ആ പൂവിൻ്റെ ഉള്ളിൽ നിന്ന് വിത്ത് കിട്ടുമ്പോൾ ആ വിത്ത് വെച്ചിട്ട് നമുക്ക് പുതിയ തൈ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഏറ്റവും എളുപ്പമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന രീതി കമ്പ് മുറിച്ച് വെള്ളത്തിൽ വെച്ച് വേര് പിടിപ്പിച്ചിട്ട് മണ്ണിലേക്ക് നടുന്നതാണേ. ഇതൊക്കെ ചെയ്ത് നോക്കിയിട്ടും ജമന്തി ചെടീനെ പറ്റിയിട്ട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്